ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആരാണ്? പരിശുദ്ധ ഖുർആനിന്റെ ലോകത്തെ ഏറ്റവും വലിയ മുഫസ്സിർ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അങ്ങനെയുള്ള വലിയ മഹത്തുക്കളിൽപ്പെട്ട ആളാണ് സ്വഹാബി വര്യനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഉപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. മകൻ അബ്ദുല്ല എന്നവരും വലിയ സ്വഹാബിയാണ്. രാത്രിയും പകലൊക്കെ നബിതങ്ങളുടെ കൂടെ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ച ആളുകളാണ്. മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ മാതൃ സഹോദരിയാണ്, നബിതങ്ങളുടെ ഭാര്യയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട അവരാണ്. ഒരു ദിവസം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസത്തിന് വേണ്ടി പോവുകയാണ്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അങ്ങനെയാണല്ലോ, കുട്ടികൾ ഒഴിവൊക്കെ കിട്ടുന്ന സമയത്ത് കുടുംബക്കാരുടെ വീട്ടിലൊക്കെ താമസിക്കാൻ പോകലുണ്ടല്ലോ, 1-2 ദിവസമൊക്കെ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ കേവലം ഒരു രാത്രി ഉറങ്ങാൻ പോയ ആളല്ല, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ രാത്രിയിലുള്ള നിസ്കാരവും രാത്രിയുള്ള ഇബാദത്തുകളും മനസ്സിലാക്കാൻ പോയ ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ബിത്തു ഇൻദ ഖാലതി മൈമൂന, മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ എൻ്റെ മാതൃ സഹോദരിയുടെ അരികിൽ ഞാൻ രാത്രിയിൽ താമസിച്ചു. മഹാനവറുകൾ പറയുന്നത് കാണാം, നബിതങ്ങൾ അന്ന് ആ വീട്ടിലാണ്, മഹദിയുടെ അരികിലാണ് ഉള്ളത്. ഹബീബായ നബിതങ്ങൾ ഇശാ നിസ്കരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം കുറഞ്ഞ റക്അത്തുകൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചു. പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെയും നബിതങ്ങൾ എഴുന്നേറ്റു. പിന്നെയും കുറെ നിസ്കരിച്ചു. പിന്നെയും നബിതങ്ങൾ ഉറങ്ങി. പിന്നെയും എഴുന്നേറ്റ് നിസ്കരിച്ചു. ഈ സമയത്തൊക്കെയും മഹാനായ അബ്ദുല്ലാഹിബ്നു കൂടെ നിസ്കരിക്കാനുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഞാൻ നബിതങ്ങളുടെ ഇടത് ഭാഗത്താണ് നിന്നത്. ഇടത് ഭാഗത്ത് നിന്ന എന്നെ നബിതങ്ങൾ വലത്തെ കൈകൊണ്ട് ബേക്കിലൂടെ മെല്ലെ ഇങ്ങനെ പിടിച്ചു. പിടിച്ചിട്ട് നബിതങ്ങളുടെ വലത് ഭാഗത്ത് കൊണ്ടുവന്നു നിർത്തി. ഹദീസിൽ കാണാം, വലത് ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ കുറച്ച് ബേക്കോട്ട് നിന്നു. അതായത് ഒരു മഅ്മൂമ മാത്രമാണുള്ളതെങ്കിൽ ഇമാമിൻ്റെ വലത് ഭാഗത്താണല്ലോ നിൽക്കേണ്ടത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ ഇടത് ഭാഗത്താണ് നിന്നത്. നബി തങ്ങൾ വലത്തെ ഭാഗത്ത് നിർത്തി. അങ്ങനെ വലത്തെ ഭാഗത്ത് നിർത്തിയപ്പോൾ ഈ ഇമാമും മഅ്മൂമും ഒരു മഅ്മൂമ മാത്രമാണെങ്കിൽ നമ്മൾ ഇമാമിനോട് അടുത്ത് നിൽക്കണല്ലോ, കൂടുതൽ അകന്ന് നിൽക്കാൻ പാടില്ല. എന്നാൽ മടമ്പ് കൊണ്ട് ഇമാമിനെ മുന്താനും പാടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പോയി ചില നിസ്കാരങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നാൽ അവരിങ്ങനെ ഇമാമിൻ്റെ അടുത്ത് തന്നെ വന്നു നിൽക്കും. അവൻ്റെ നിസ്കാരം സഹിയാവൂല. ഇമാമ് നിന്ന അതേ സ്റ്റെപ്പിൽ തന്നെ നിന്നാൽ ഇമാമിൻ്റെ നേരെ ഇമാമിനെ മടമ്പ് കൊണ്ട് മുന്തി അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പിന്നെ നിസ്കാരത്തിന് പ്രശ്നം വരും, മടമ്പ് കൊണ്ട് ഇമാമിനെ മുന്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബേക്കോട്ടാണ് നിൽക്കേണ്ടത്, അധികമായി ബേക്കോട്ട് പോകാനും പാടില്ല എന്ന് കിതാബുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ നബിതങ്ങളിൽ നിന്ന് കുറച്ച് അതാ ബേക്കോട്ട് പോയി നിൽക്കുകയാണ്. നബിതങ്ങൾ ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ എൻ്റെ വലതു ഭാഗത്ത് എന്നോട് ചേർത്ത് നിർത്തുന്നു. മാശഅനീ അജ്അലുക ഹിദാഇ ഫതഖ്നസൂ, നിങ്ങൾ ബേക്കിൽ പോയി എൻ്റെ പിന്നിലോട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ മറുപടി പറയുകയാണ്, യാ റസൂലല്ലാഹ് അവയംബഗീ ലിഅഹദിൻ അൻ യുസല്ലിയ ഹിദാഅക വ അൻത റസൂലുള്ളാഹ്. ലോകത്ത് ആർക്കെങ്കിലും അങ്ങയുടെ നേർക്ക് നിന്ന്, അങ്ങയുടെ തൊട്ടടുത്തു നിന്ന്, അങ്ങയുടെ നേരെ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? അത് അവർക്ക് പറ്റിയ പണിയാണോ?
അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂലല്ലേ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നബി തങ്ങളോടുള്ള അവരുടെ മഹബത്തിന്റെ കടുപ്പം കണ്ടോ? അവരുടെ ഖൽബ് എങ്ങനെയാണ് നിലകൊള്ളുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ അടുത്തു നിർത്തിയപ്പോൾ അടുത്തു നിൽക്കാൻ പോലും അവർക്ക് ബഹുമാനം കൊണ്ട് കഴിയുന്നില്ല. ഈ വാക്ക് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, ദീനിൽ വലിയ ജ്ഞാനിയാക്കണേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. വലിയ വിവരമുള്ള ആളാക്കണേ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനാണ്. അങ്ങനെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചു വരുമ്പോൾ വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവന്ന് വെച്ചത് കാണുന്നു. ആരാണ് കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിക്കുന്നു. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസാൻ. നിങ്ങൾ നോക്കൂ, ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ നെഞ്ഞോട് ചേർത്ത് അണച്ചു പിടിച്ചിട്ടൊരു ദുആ, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് വഅല്ലിംഹുത് തൗവീൽ. പടച്ച റബ്ബേ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് നിന്റെ കലാമായ ഖുർആൻ അത് നീ നന്നായി പഠിപ്പിക്കണേ, അതിൻ്റെ വ്യാഖ്യാനം നീ മനസ്സിലാക്കി കൊടുക്കണേ. ഈ ഒരൊറ്റ ദുആ, ആ ദുആഇന്റെ ഫലം കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ എവിടെ എത്തി? ലോകത്തെ ഏറ്റവും വലിയ മുഫസ്സിരീങ്ങളിൽ പെട്ടു. ഏറ്റവും വലിയ മുഫസ്സിറായി എന്താ കിട്ടിയത്? ഒന്നണച്ചു പിടിച്ചു ദുആ ചെയ്തതാണ്. ഈ അണച്ചു പിടിക്കലിന്റെ ചരിത്രം അത് ഹിറയിൽ നിന്ന്, ഗുഹയിൽ നിന്ന്, ഗാർ ഹിറായിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. ഈ അണച്ചു പിടിക്കലിന്റെ ചരിത്രം അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണല്ലോ ഇഖ്റ എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ പറഞ്ഞിട്ടതാ നബിതങ്ങളോട് മാ അന ബിഖാരിഇൻ എന്ന് പറയുമ്പോൾ, ഞാൻ ഓത്ത് ശീലിച്ച ആളല്ല എന്ന് പറയുമ്പോൾ ഒന്ന് അണച്ചു കൂട്ടുകയാണ്. രണ്ടാമതും മൂന്നാമതും അതാ ആ അണച്ചുകൂട്ടലിൽ എല്ലാ ജ്ഞാനവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഹബീബിന് നൽകിക്കഴിഞ്ഞു. സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളൊന്ന് പരിഗണിച്ച് കിട്ടണം, നബിതങ്ങളൊന്ന് അണച്ചുകൂട്ടണം, നബിതങ്ങളൊന്ന് വെളിച്ചം നൽകണം. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വെളിച്ചം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ആ വെളിച്ചം നമുക്ക് ലഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.